ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഈ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് ചെയ്തതാണ്. പക്ഷെ എന്തോ എനിക്ക് മനസ്സിന് ഒരു തൃപ്തി വന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങ് ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വ്ളോഗ് ഇത്രയും ഡിലേ ആയത്. വേറൊന്നല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഡെലിവറി വ്ളോഗ് എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കൂ. കൊള്ളാം, കുഴപ്പമില്ലാത്ത ഒരു വ്ളോഗാണ്. എനിക്ക് കുറച്ചധികം ഷൂട്ട് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കുന്നത്, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഞാൻ ഡെലിവറി സ്റ്റോറി, അതായത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് ഒട്ടും ഡിലേ ആക്കാതെ ഞാൻ കാര്യങ്ങളിലേക്ക് അങ്ങ് കിടക്കാം. ഇപ്പോൾ രാവിലെ 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ഡെയിലി ഞാൻ വിചാരിക്കും ഈ വ്ളോഗ് എടുക്കണമെന്ന്, പക്ഷെ മടി പിടിച്ച് രുദ്രനെ എടുത്ത് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ കയ്യിൽ രുദ്രൻ ഉറങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേഗം പോയിട്ട് ഞാനിത് ഇന്ന് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ നമ്മളുടെ റൂമിൽ വന്ന് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1.5 മാസമായി സമയം. എത്ര പെട്ടെന്നാണ് ദിവസം പോണതെന്ന് എനിക്ക് എൻ്റെ കിളി പറഞ്ഞിരിക്കുകയാണ്. അത്രയും പെട്ടെന്നാണ് സമയം പോണത്. ഓക്കെ, അപ്പോൾ സോ ഡെലിവറി സ്റ്റോറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് April 14th രാവിലെയാണ്. അതായത് എൻ്റെ ഡ്യൂ ഡേറ്റ് April 14th ആൻഡ് അന്ന് തന്നെയാണ് എൻ്റെ വാട്ടർ ബ്രേക്ക് ആവുന്നത് കേട്ടോ. എൻ്റെ കറക്റ്റ് 40 വീക്സ് കംപ്ലീറ്റ് ആയിട്ട് April 14th ഇനി പെയിൻ നാച്ചുറലി വന്നില്ലെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെന്റ് എടുത്തതായിരുന്നു April 14th. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് നാച്ചുറലി പെയിൻ വരണം, എല്ലാം നോർമലായിട്ട് പോകണം നാച്ചുറലായിട്ട് പോകണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ April 14th അത് സംഭവിക്കാൻ ഇനി ചാൻസ് ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വ്ളോഗിൽ പറയുന്നുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. April 14th പുലർച്ചെ ഒരു 3:30-4 മണിക്ക് എൻ്റെ വാട്ടർ ബ്രേക്ക് ആവുകയാണ് കേട്ടോ. അതായത് എൻ്റെ അടിവയറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു 2 ചവിട്ട് പോലത്തെ ഒരു ഫീല് തോന്നിയിട്ടാണ്. അന്ന് എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കോൺഷ്യസ് ആയി ഇരിക്കുന്നോണ്ടാണ് എനിക്ക് ആ ചവിട്ട് ഫീൽ ചെയ്ത്. 2 ഇടി, ആ ഇടിയിൽ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ പെട്ടെന്ന് എൻ്റെ വാട്ടർ ബ്രേക്ക് ആയി. അപ്പോൾ വാട്ടർ ബ്രേക്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ബ്രേക്ക് ആയപ്പോൾ ഞാൻ സന്തോഷിക്കുകയായിരുന്നു. പുലർച്ചെ ഒരു 3:30-4 മണിക്കായി വാട്ടർ ബ്രേക്ക് ആയി. ഞാൻ പെട്ടെന്ന് തന്നെ ശ്രീകുട്ടനോട് പറഞ്ഞു, ശ്രീകുട്ട കം ഓൺ, ആ ദിവസം എത്തിയിരിക്കുകയാണ്, വാട്ടർ ബ്രേക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒട്ടും പാനിക് ആയിട്ട് അയ്യോ ഇനി എന്ത് ചെയ്യും, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഗർഭിണികളുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്, നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി വെൽ പ്രിപ്പയർ ആവുക എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതികളാണ്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് അവെയർ ആയിട്ടിരിക്കുക. എന്താണ് സംഭവിക്കാൻ പോണേ, ഇത് സംഭവിച്ചാൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പാനിക് ആവാനുള്ള ചാൻസസ് കുറവാണ്. സോ ഞങ്ങൾക്ക് അറിയായിരുന്നു വാട്ടർ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ വാട്ടർ ബ്രേക്ക് ആയപ്പോൾ പോയ വാട്ടറിൽ ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായതുകൊണ്ട് നമ്മളത് കൺസേണിങ് ആണ്. സോ നമ്മൾ വേഗം തന്നെ നമ്മൾ NHSലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, വന്നിട്ട് നമുക്ക് ഒന്ന് ഇന്റേണലി ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്താണ് നോക്കിയിട്ട് ചെയ്യാം, കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പതുക്കെ ആ വ്ളോഗിൽ കണ്ടവർക്ക് അറിയായിരിക്കും, ശ്രീകുട്ടൻ കുക്ക് ചെയ്യുന്നു, ഞാൻ വേഗം പോയി ഫ്രഷനപ്പ് ആയി കുളിച്ച് റെഡിയായി ഇങ്ങനെ സാവധാനം നമ്മളൊരു 1.5 മണിക്കൂറിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി.
ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഈ പോണ വഴിക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു 2-3 പ്രാവശ്യം ഈ വാട്ടർ ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പെട്ടെന്ന് ഒരു പ്രാവശ്യം മാത്രം ഫുൾ വാട്ടർ ബ്രേക്ക് ആയിരുന്നില്ല, ഒരു പ്രാവശ്യം വാട്ടർ ബ്രേക്ക് ആയി. പിന്നെ ഞാൻ ഒരു കുളി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെയും ഒരു പ്രാവശ്യം ബാക്കി വാട്ടർ ബ്രേക്ക് ആയി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് എൻ്റെ വാട്ടർ പൊക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തി കാറിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വാട്ടർ ബ്രേക്ക് ആയി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വാട്ടർ ബ്രേക്കിൻ്റെ സംഭവം. പിന്നെ കാറിൽ ഇരുന്നപ്പോൾ വീട്ടിൽ നിന്നൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാറിൽ ഇരുന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ അടിവയറ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊളത്തി പിടിച്ചൊരു ഫീലായിരുന്നു എനിക്ക് ഫസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി പെയിനിന്റെ ലക്ഷണമാണെന്ന് തോന്നി. അപ്പൊ ഇവിടുന്ന് ഒരു 25 മിനിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ചെറുതായിട്ട് പെയിൻ ഇങ്ങനെ തോന്നി, പോയി, ആ പെയിൻ പോയി, പിന്നെ ആ പെയിൻ വന്നു, പിന്നെ ആ പെയിൻ പോയി. അപ്പൊ മൂന്നാമത് ഒക്കെ വന്ന പെയിൻ കുറച്ച് എന്താ പറയാ, ഓക്കെ ഇത് ലേബർ പെയിൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിക്കുന്ന വിധം ഒരു കൊളത്തിപ്പിടി ഒരു ഇന്റൻസ് വേദനയായിരുന്നു. അപ്പൊ എന്റെ കണ്ണെന്നൊക്കെ ഇങ്ങനെ അറിയാതെ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പൊ ശ്രീകുട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലേബർ പെയിൻ തുടങ്ങിയോ, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, അതിന്റെ പെയിൻ തന്നെയാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺട്രാക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങി എത്ര ഇന്റർവെല്ലാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഈ കാറിൽ തന്നെ ഒരു 2-3-4 പ്രാവശ്യം എനിക്ക് കോൺട്രാക്ഷൻസ് വന്നു. അത്യാവശ്യം അടിപൊളി കോൺട്രാക്ഷൻ ആയിരുന്നു. ആ ഒരു 4 കോൺട്രാക്ഷൻ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സമയം 6 മണി 6:15 സമയം. അപ്പൊ 7 o'clock ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയം. അപ്പൊ നമ്മള് വേഗം തന്നെ ലേബർ സ്യൂട്ട് പോയി നമ്മളെ അവിടെ കിടത്തി. എന്നിട്ട് വന്നിട്ട് അവര് പറഞ്ഞു ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സമയം ഹോസ്പിറ്റലിൽ എത്തിയതിന്റെ ശേഷം എനിക്കൊരു ഹാഫ് ആൻ അവറിന്റെ ഒരു ഗ്യാപ്പില് കോൺട്രാക്ഷൻ വന്നതേ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചില്ല് ചെയ്ത് കിടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ലേബർ പെയിൻ പോലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പെയിൻ വരുന്നുണ്ട്. ഇന്റൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഒരു 100-ൽ അപ്പോഴേ ഒരു 65-70% ഉള്ള വേദന എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് വരും. ഇതേമാതിരി എൻ്റെ പെയിൻ 30 to 60 സെക്കൻഡ്സ് നീണ്ടു നിൽക്കുന്ന പെയിൻ ആയിരുന്നു. പക്ഷെ ഇന്റർവെൽസ് കറക്റ്റ് ആയിരുന്നില്ല. അതായത് പ്രോപ്പർ ഇന്റർവെല്ലിനല്ല വരുന്നത്. ചിലത് 10 മിനിറ്റിൽ വരും, ചിലത് 15 മിനിറ്റിൽ വരും, ചിലത് 20 മിനിറ്റിൽ വരും, അങ്ങനെയായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ മാർക്ക് ചെയ്ത് തുടങ്ങി. ആ ആപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അതിന് മുന്നേ എൻ്റെ BP ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ അവര് മിഡ് വൈഫ് വന്നിട്ട് 1 മണിക്കൂറിന് ശേഷം വന്ന് ഇന്റേണലി ചെക്ക് ചെയ്തു. കാരണം ഇന്റേണലി ചെക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടോ, പിന്നെ ഈ വാട്ടർ ബ്രേക്കിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻ കണ്ടല്ലോ, അപ്പൊ ഇന്റേണലി വല്ല ബ്ലീഡിങ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്റേണലി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ആപ്പിൽ കോൺട്രാക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഞാൻ കണ്ടു, അതായത് റെഗുലർ ഇന്റർവെൽസിനൊന്നും അല്ല കോൺട്രാക്ഷൻസ് വരുന്നത്, സെർവിക്സും ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഇങ്ങനെ മനസ്സിങ്ങനെ ഒന്ന് ഇടുങ്ങി. കാരണം സെർവിക്സ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആന്ന് പറയുമ്പോൾ ഒന്നുമല്ല, ഇനി എത്ര കിടക്കുന്നു, നമുക്ക് 10 സെന്റിമീറ്റർ ഡൈലേറ്റ് ആവാൻ കുറേ സമയം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഓക്കെ, സെർവിക്സ് ക്ലോസ്ഡ് ആണ്, ഡൈലേഷൻ ഒന്നും നടന്നിട്ടില്ല. പിന്നെ കോൺട്രാക്ഷൻസ് ആണെങ്കിലും കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്, മനസ്സിലാവും. പക്ഷെ ഇത് എന്താ പറയാ, ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ഒരു 3-4 കോൺട്രാക്ഷൻ ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ശരിക്കും ആക്റ്റീവ് ലേബറിലേക്ക് പോയിട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, ഇപ്പൊ ഞാൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ നാച്ചുറലി പെയിൻ വരാത്തതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാന്ന് പറയുമല്ലോ പെയിൻ, അതിനു വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തതാണല്ലോ അന്നത്തെ ദിവസം, അങ്ങനെ വാട്ടർ ബ്രേക്ക് ആയതാണല്ലോ. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡ് ആക്കണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2-3 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ എന്താ പറയാ ഇൻഡ്യൂസ് ചെയ്യാം
എന്നാൽ പെട്ടെന്ന് തന്നെ പെയിൻ വരാൻ ചാൻസസ് ആണ് വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്നാണ് അവർ പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷൻ അവർ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് നാച്ചുറലി ഈ ഇപ്പൊ ഓൾറെഡി പെയിൻ വരുന്നുണ്ടല്ലോ, അപ്പൊ ഗ്രാജുവലി ഈ പെയിൻ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ പെയിനിനെ അനുസരിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ സംസാരിക്കണതിന്റെ ഇടയ്ക്ക് എനിക്കൊരു പെയിനും വന്നു, ഒരു പെയിനും കൂടി വന്നു കേട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങനെ നിശബ്ദരായി. ഞാൻ ഇങ്ങനെ ആ ബെഡിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊളയുന്നുണ്ട് കേട്ടാ, ശബ്ദമൊന്നും ഉണ്ടാക്കണില്ല. ഇങ്ങനെ പൊളഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ റിലാക്സ് ആയി. അപ്പൊ എനിക്കും ശ്രീകുട്ടനും തോന്നി, അതായത് വീട്ടിൽ പോണത് അത്ര സേഫും അല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇതുവരെ ഞങ്ങൾക്ക് പാനിക് ഇല്ലാതെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റി. ഇനി പക്ഷെ ആഫ്റ്റർ ലേബർ പെയിൻ, അതായത് ലേബർ പെയിൻ വന്നതിന്റെ ശേഷം എന്തെങ്കിലും എമർജൻസി വേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് എനിക്ക് ശ്രീകുട്ടനും അറിയാം. അപ്പൊ ശ്രീകുട്ടനും എനിക്കൊരു കാര്യം ഷുവർ ആയിരുന്നു, നമ്മൾ വീട്ടിലേക്ക് എന്തായാലും തിരിച്ചു പോകുന്നില്ല എന്നുള്ള സംഭവം. അപ്പൊ തന്നെ ഞങ്ങൾ മിഡ് വൈഫിനോട് പറഞ്ഞു, ഞങ്ങള് ഈ 2 ഓപ്ഷൻസും ചൂസ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ ഓപ്ഷൻ ഇൻഡ്യൂസ് ചെയ്യാന്നുള്ള സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ UK നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. UK ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറെ സ്റ്റെപ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ മെഡിസിൻ കയറ്റിയിട്ട് ഇൻഡ്യൂസ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവര് നമുക്കൊരു ഇൻഡ്യൂസ് ചെയ്യാൻ ആദ്യം അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്, അവരൊരു ഒരു പിൽ ഒരു മെഡിസിൻ വെക്കുകയാണ് ചെയ്യുക. ആദ്യം ഇന്റേണലി ഒരു മെഡിസിൻ വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവർ നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് ഒരു 24 hours നമുക്ക് പെയിൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരൊരു ജെൽ യൂസ് ചെയ്യും. ഇതേപോലെ പെയിൻ വരാനുള്ള ഒരു ജെല്ല് യൂസ് ചെയ്യും ഇന്റേണലി. അതും നമുക്ക് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ 3ാമത്തെ സ്റ്റെപ്പാണ് വാട്ടർ ബ്രേക്ക് ചെയ്യും. അവരായിട്ട് തന്നെ വാട്ടർ ബ്രേക്ക് ചെയ്യും. 3ാമത്തെ സ്റ്റെപ്പിലും വാട്ടർ ബ്രേക്ക് ആയിട്ടും ചിലവർക്ക് പെയിൻ വരാത്തവര് ഇഷ്ടംപോലെ പേരുണ്ട്. അങ്ങനെ 4ാമത്തെ ഘട്ടത്തിലാണ് അവര് ബ്ലഡ് കൂടെ അല്ലെങ്കിൽ ട്രിപ്പിലൂടെ നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഈ ആദ്യത്തെ 2-3 സ്റ്റേജ് ചെയ്യണ്ട, കാരണം എന്റെ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞു. 3ാമത്തെ സ്റ്റേജിലാണ് ഇപ്പൊ ഞാൻ നിൽക്കണേ. ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻഡ്യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്, അതായത് ബ്ലഡിലൂടെ. അപ്പൊ എനിക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വാട്ടർ ബ്രേക്ക് ആയി, എനിക്ക് ഓൾറെഡി കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ എനിക്കൊരു എന്താ പറയുക ഉൾവിളി ഉണ്ടായി, അല്ലെങ്കിൽ ഉള്ളിന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, അതായത് നീ വെയിറ്റ് ചെയ്യും, നിനക്ക് പെയിൻ വരും എന്നുള്ളൊരു സാധനം. അപ്പൊ ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു, ശ്രീകുട്ട ഇൻഡ്യൂസ് ചെയ്യണ്ട, എനിക്ക് നാച്ചുറലി പെയിൻ വരും, ഇപ്പൊ ഓൾറെഡി പെയിൻ ഉണ്ടല്ലോ, ഇത് റെഗുലർ ഇന്റർവെൽസിന് വരും, നമുക്കൊന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മിഡ് വൈഫിനോട് പറഞ്ഞു, ഞങ്ങൾ ഇൻഡ്യൂസും ചെയ്യുന്നില്ല, രണ്ടാമത് ഞങ്ങൾ വീട്ടിൽ പോണില്ല, ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. അതായത് ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ ഒബ്സർവേഷനിൽ വെച്ചാൽ മതി, എന്നിട്ട് നമുക്ക് എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കിയിട്ട് കുറേയൊക്കെ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് നോക്കണം, കാരണം ഞങ്ങളുടെ 25 minutes ഡ്രൈവ് ഉണ്ട്, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. സോ ഇതിന്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ബാക്കിൽ കോൺട്രാക്ഷൻസ് ഇങ്ങനെ ഇറഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്തു വേറൊരു കാര്യം, കാരണം നിങ്ങൾക്ക് ഇതേമാതിരി ഇവിടെ നമുക്ക് വാട്ടർ ബർത്ത് എന്നുള്ളൊരു ഓപ്ഷനും കൂടി വളരെ എന്താ പറയാ ഈസി ആയിട്ട് അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ അത് ബുക്കല്ല, നേരത്തെ നമ്മൾ അത് പോയി കണ്ട ആ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വാട്ടർ ബർത്ത് എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ട്, ഇപ്പൊ ഞാൻ കിടക്കുന്നത് ലേബർ സ്യൂട്ടിലാണ്, ഡെലിവറി നടക്കുന്ന സ്യൂട്ടിലാണ്. ഈ വാട്ടർ ബർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതിന്റെ ആ സ്യൂട്ട് റൂംസ് ഉള്ളത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ പോയി കണ്ടിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം അമ്മയും കുഞ്ഞും എല്ലാം നോർമലി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ എല്ലാം നോർമലായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താഴത്തെ വാട്ടർ ബർത്തിലെ സ്യൂട്ട് നമുക്ക്
അവൈലബിൾ ആവുള്ളൂ, നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി സ്യൂട്ടിൽ തന്നെ പറ്റത്തുള്ളൂ എന്ന് അതാണ് ഇവിടുത്തെ ഒരു റൂള്. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു ചെറിയ BP-ന്റെ വേരിയേഷൻ ആണെങ്കിൽ പോലും അവര് താഴത്തെ വാട്ടർ ബർത്തിന്റെ സ്യൂട്ട് നമുക്ക് തരത്തില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചോദിച്ചു, ഇപ്പൊ ബേബിയും കുഞ്ഞും ഓക്കെ ആണെങ്കിൽ ഞങ്ങളെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ, ഞങ്ങളിങ്ങനെ ഒരു വാട്ടർ ബർത്തിന്റെ ഓപ്ഷൻ ഞങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട്, ഞങ്ങൾ അതൊക്കെ നോക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, രണ്ടുപേരും ഓക്കെയാണ്, നമുക്ക് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് സമാധാനമായി, അറ്റ്ലീസ്റ്റ് താഴെ പോയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കാലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഓക്കെ സമാധാനം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ താഴത്തെ ആ വാട്ടർ ബർത്ത് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഫ്ലോറിൽ നമുക്ക് എപ്പിഡ്യൂറൽ ഇല്ല. സോ അതാണ് അതിൻ്റെ ഒരു മേജർ ഡിഫറൻസ്. ലേബർ സ്യൂട്ട് ആണെങ്കിൽ, ഇപ്പൊ ഡെലിവറി സ്യൂട്ട് ആണെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. താഴെ വാട്ടർ ബർത്ത് ആണെങ്കിൽ നമുക്ക് അവിടെ എപ്പിഡ്യൂറൽ ഇല്ല. ഇനി എന്തെങ്കിലും എമർജൻസിക്ക് ഇപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ എപ്പിഡ്യൂറൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താ പറയാ, അവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ മൊത്തത്തിൽ ആ ഒരു പ്രോസസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വേണം വാട്ടർ ബർത്ത് ഒക്കെ ചൂസ് ചെയ്യാന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു, നമുക്ക് നോക്കാം വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അന്ന് ഇപ്പൊ ഏകദേശം സമയം 9 മണിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സമയങ്ങളൊക്കെ. ഏകദേശം ഒരു 9-9:15 അവര് പറഞ്ഞു താഴത്തെ ഫ്ലോറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ആ പെയിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വന്നു കേട്ടോ. പെയിന്റെ ഇന്റൻസിറ്റി, പെയിൻ വരുന്ന ഡ്യൂറേഷനും ഏകദേശം ഇങ്ങനെ അടുപ്പിച്ചെന്ന് പറയാനില്ല, എന്നാലും ഒരു 15 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ എനിക്ക് പെയിൻ വന്നു തുടങ്ങി. എല്ലാ പെയിനും 1 മിനിറ്റ്, എല്ലാ പെയിനും 60 സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്യുന്ന പെയിൻ ആയിരുന്നു. അടിപൊളി പെയിൻ ആയിരുന്നു അത്. അങ്ങനെയായിരുന്നു കാര്യം. അപ്പൊ ഞങ്ങള് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, താഴെ പോയി. താഴെ ഒരു 9:15 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി. ഒരു 9:30 തൊട്ടിട്ട് എനിക്ക് നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് പെട്ടെന്നൊരു ഷിഫ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5:30-6 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയ നമ്മള് ഒരു 10 മണിയാകുമ്പോഴേക്കും 9:30 ആയപ്പോഴേക്കും ഗംഭീര പെയിൻ എന്ന് പറഞ്ഞാൽ പെയിന്റെ പീക്കിലേക്ക് ഞാൻ എത്തി. അപ്പൊ ആ സമയത്തിന്റെ ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ശരിക്കും പറയണത്, ഞാൻ കുറെ വീണ്ടും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒത്തിരി ഇങ്ങനെ മെന്റലി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്. വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്തും കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു ഡെലിവറി ഫേസിൽ എസ്പെഷ്യലി. അപ്പൊ ആ പെയിനിനൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട്, ഞാൻ ഇപ്പോഴും എനിക്കൊരു പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വളരെ ഈസി ആയിട്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ശ്രീകുട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും കൂടി പറഞ്ഞേനെ, അവന്റെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് ചോദിക്കാം. എന്നാലേ അവനും, കാരണം അവൻ ത്രൂ ഔട്ട് എൻ്റെ ഡെലിവറി റൂമില് ഞാനും ശ്രീകുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മിഡ് വൈഫ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻറ്റയർ ഒരു സെക്കൻഡ് പോലും ശ്രീകുട്ടൻ മാറി നിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഗോ ത്രൂ ചെയ്ത ഞങ്ങളുടെ ഡെലിവറി സ്റ്റോറിയാണ് ശരിക്കും ഇത്. ഓൾ റൈറ്റ്. അപ്പൊ പെയിനിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. ചില പെയിന് എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് പോകുന്ന പെയിനായിരുന്നു. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് ശബ്ദങ്ങളൊക്കെ വരും, എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ അവിടെ ഒരു ബാറൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പിടിക്കുന്ന, ഈ ബാറല്ല, ഇങ്ങനെ പിടിക്കുന്ന ബാറ്. അതിൽ ഞാൻ കുറെ നേരം ഇരുന്നും ഭയങ്കരമായിട്ട് ഇത് ചെയ്യണ്ടായിരുന്നു. എക്സസൈസ് ബോൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എക്സസൈസ് ബോൾ അല്ലെങ്കിൽ ബർത്തിങ് ബോളിൽ ഇരുന്ന് 2 സർക്കിൾ ചെയ്യുമ്പോഴേക്കും എനിക്ക് പെയിൻ ഇന്റൻസ് ആവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. എനിക്ക് ബർത്തിങ് ബോൾ ഞാൻ മാറ്റി വെച്ചു. പിന്നെ അപ്പൊ ഞാൻ ഈ പെയിനിനെ കുറിച്ച് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്ത് പറയുന്നില്ല, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റും
നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും ഗർഭിണികൾ ഇത് കാണുകയാണെങ്കിൽ അയ്യോ പെയിൻ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം ആ ഒരു സമയം കടന്നു പോകും. നമ്മൾ എങ്ങനെയെങ്കിലും അത് സ്ട്രഗിൾ ചെയ്ത് നമ്മളത് മുന്നേറും. അത്രേ ഉള്ളൂ. അപ്പൊ മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആവുക ഇത് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് ഹോട്ട് ഷവർ എടുക്കണം എന്ന് ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു. അങ്ങനെ എന്നെ ശ്രീകുട്ടൻ എടുത്തുകൊണ്ട് പോയി ഒരു ഹോട്ട് ഷവർ നടത്തി ഞങ്ങളവിടെ. അപ്പോഴും എനിക്ക് പെയിൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ശേഷം ഓക്കെ മിഡ് വൈഫ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്നുള്ള സംഭവം. അപ്പൊ ഇവിടത്തെ ഒരു പെയിൻ റിലീഫിന്റെ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ ഘട്ടമായിട്ട് അവർ തരുന്നത് പെയിൻ കില്ലറാണ്. അതായത് നമ്മുടെ പാരസെറ്റമോൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ആണ് പെയിൻ കില്ലറായിട്ട് നമുക്ക് തരുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് അവര് നമുക്ക് ഇത് ഗ്യാസിനെയർ, നമ്മളുടെ ലോഫിംഗ് ഗ്യാസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഘട്ടമാണ് നമ്മളുടെ എപ്പിഡ്യൂറൽ. ഇത് ഏത് സമയത്തും നമ്മൾ ചോദിച്ചാൽ അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് പറയാണ് എനിക്ക് എപ്പിഡ്യൂറൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോന്ന് പറയില്ല. അവര് നമുക്ക് എപ്പിഡ്യൂറൽ തരും. അല്ല നമുക്ക് ഇപ്പൊ ഒന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ. സോ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ 3 സ്റ്റേജസിലാണ് പെയിൻ റിലീഫായിട്ട് ഇവിടെ തരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മിഡ് വൈഫ് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, മിഡ് വൈഫ് പോകുന്നുണ്ട്. അപ്പൊ ശ്രീകുട്ടൻ ഇത് കണ്ടിട്ട് കുറച്ചങ്ങടെ എത്തിയപ്പോ ശ്രീകുട്ടൻ പറഞ്ഞു നീ ഫസ്റ്റ് റൗണ്ട് എടുത്തോട്ടോ, അല്ലെങ്കിൽ നീ എപ്പിഡ്യൂറൽ എടുത്തോ എന്ന് ശ്രീകുട്ടൻ എന്നോട് പറയുന്നുണ്ട്. എപ്പിഡ്യൂറൽ അല്ല, സോറി, ഗ്യാസിനെയർ എടുത്തോ, അല്ലെങ്കിൽ ആദ്യത്തെ ഈ ടാബ്ലറ്റ് പെയിൻ കില്ലർ എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. കുറ്റബോധമല്ല, എനിക്കിങ്ങനെ ടാബ്ലറ്റ് ഒന്നും എടുക്കേണ്ട, ഈ സമയത്ത് സേഫ് അല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ശ്രീകുട്ടൻ സമ്മതിച്ചില്ല. അപ്പൊ ശ്രീകുട്ടൻ തന്നെ പോയിട്ട് മിഡ് വൈഫിനോട് പറഞ്ഞിട്ട് ആദ്യത്തെ പെയിൻ റിലീഫായ 3 ടാബ്ലറ്റ് മൂപ്പര് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് കഴിച്ചേ പറ്റൂ, ഇനി നമുക്ക് കുറച്ചും കൂടി നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഷടപട ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. ടാബ്ലറ്റ് എവിടെ, നമ്മുടെ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് അറിയായിരിക്കും, ഈ ലേബർ പെയിനിൽ നമുക്ക് 2 പാരസെറ്റമോൾ തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അതൊന്നും പരിസരത്ത് കൂടെ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ആ 3 ടാബ്ലറ്റ് കഴിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല. പക്ഷെ എൻ്റെ കോൺട്രാക്ഷൻസ് കൂടി 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 നല്ല ഗംഭീര പീക്ക് ലെവലിലാണ് ഇപ്പോഴൊക്കെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് കോൺട്രാക്ഷൻസ് ഇപ്പോൾ ഒരു 9:30-10 മണിക്ക് വന്ന കോൺട്രാക്ഷൻസ് ഹയസ്റ്റ്, അതായത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഗ്രാജുവലി വളർന്നു വന്ന പെയിൻ അല്ലായിരുന്നു എനിക്ക് വന്നതേ എന്ന് പറഞ്ഞിങ്ങനെ പീക്കോൺ, ആ പീക്കിലെ പെയിനാണ് എനിക്ക് വന്നോണ്ടിരുന്നത് തന്നെ ഫസ്റ്റ് തന്നെ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പെയിൻ പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ മിഡ് വൈഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ കോൺട്രാക്ഷൻസ് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, കോൺട്രാക്ഷൻസ് കണ്ടിട്ട് ഏകദേശം ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നില്ല അത്ര നമ്മുടെ ആക്റ്റീവ് ലേബറിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തായാലും 12 മണിക്ക് 1 മണിക്ക് ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഇന്റേണലി ഒന്ന് ചെക്ക് ചെയ്യാം എത്ര ഡൈലേറ്റഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി ഡിസൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർക്കണം 9:30 തൊട്ട് ഇങ്ങനെ പോയി ഒരു 10:30-11 മണിക്കാണ് ആ മിഡ് വൈഫ് വന്നിട്ട് എന്നോട് പറയുന്നത് നമുക്ക് ഇന്റേണലി 1 മണിക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഒരു 6 സെന്റിമീറ്റർ എങ്കിലും ഡൈലേഷൻ ആയിരിക്കണേ, കാരണം അത്രയും വേദന തിന്നുന്നുണ്ടല്ലോ. അപ്പൊ 6 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ആയി ഇനി മുന്നോട്ട് കുറച്ചും കൂടി അങ്ങ് സഹിക്കാന്നുള്ളത്. അല്ല, വന്നിട്ട് പറയാണ് ഒന്നും ആയിട്ടില്ല, കാരണം എൻ്റെ സെർവിക്സ് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു 9 മണിക്ക് അല്ല 8:30 നമ്മൾ താഴത്തുനിന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ സെർവിക്സ് ക്ലോസ്ഡ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈശ്വരാ ഒരു 6 സെന്റിമീറ്റർ ഒരു ഹാഫ് വേ എങ്കിലും ഞാൻ എത്തിയിരിക്കണമെന്ന് വിചാരിച്ച് വേദന വരുന്നു പോകുന്നു, വേദന വരുന്നു പോകുന്നു. ഓക്കെ, അങ്ങനെ തള്ളി നീക്കി 1 മണിയായി സമയം. മിഡ് വൈഫ് വരുന്നു, എന്നെ ഇന്റേണലി ചെക്ക് ചെയ്യുന്നു.
അപ്പോഴേക്കും എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വേദന ഞാനൊരു ട്രാൻസ് മൂഡിലായിരുന്നു. ശരിക്കും എനിക്ക് ഇപ്പോഴും അത് അറിയാം. ഞാനൊരു വേറൊരു ഫ്ലോട്ടിങ് അവസ്ഥയിലായിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആ പെയിനുമായിട്ട് ജെല്ലായതാണോ അല്ലെങ്കിൽ പെയിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തതാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ പെയിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ അങ്ങ് ജെല്ലായി പോകണം. അല്ലാതെ നമ്മൾ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നും എന്ന് ഞാൻ എവിടെയോ വായിക്കല്ല കേട്ടിട്ടുണ്ട് ആരോ പറയണത്. അപ്പൊ അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ആ പെയിൻ്റെ കൂടെ ആ പെയിൻ ഒരു തിരമാല പോലെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ആ തിരമാലേൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. ഞാൻ അവിടെ ഡാൻസ് കളിച്ച് ഒഴുകി അതിൻ്റെ കൂടെ ഫ്ലോ ചെയ്യായിരുന്നു. പക്ഷെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തില്ല. അയ്യോ പെയിൻ വരണ്ടേ, ഇനി എനിക്ക് 5 മിനിറ്റിൽ ഇനി അടുത്ത പെയിൻ വരുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളി മാറ്റിയില്ല. ഞാൻ ആ പെയിനിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുഞ്ഞ് ഇനി നമ്മുടെ അടുത്തേക്ക് വരേണ്ട ഒരു പ്രോസസ്സാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഓൾറൈറ്റ്, അങ്ങനെ 1 മണിക്ക് എന്നെ ഇന്റേണലി ചെക്ക് ചെയ്തു. ഇന്റേണലി ചെക്ക് ചെയ്തപ്പോൾ എന്നോട് മിഡ്വൈഫ് ഞങ്ങളോട് പറഞ്ഞു 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയോ? പിന്നെ എല്ലാം നടന്നത് ഷട്ടപ്പടേ എന്നായിരുന്നു. വിത്തിൻ 1.5 hours. 1 മിനിറ്റ്, ബാബ കരഞ്ഞു. അപ്പൊ ബാബ കരഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി പാലൊക്കെ കുളിപ്പിച്ച് ഇവിടെ ആള് കിടക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഒരു 1.5 മണിക്കൂറിൽ പരിപാടി അങ്ങ് ഷടപടേന്നായിരുന്നു. പിന്നെ അതായത് ഈ 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും സർപ്രൈസ്ഡ് ആയി, ശ്രീകുട്ടനും സർപ്രൈസ്ഡ് ആയി, ഈ പറഞ്ഞ മിഡ്വൈഫും സർപ്രൈസ്ഡ് ആയി ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു 9 മണിക്ക് ഇവർ ഇന്റേണലി ചെക്ക് ചെയ്തപ്പോൾ സെർവിക്സ് ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞത്. ഒരു 1 മണിയായപ്പോഴേക്കും 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ പറയുക, മിറക്കിൾ എന്ന് വേണമെങ്കിൽ, മിറക്കിൾ എന്നല്ല എന്നാലും നമ്മളുടെ ഭാഗ്യം, എൻ്റെ ഭാഗ്യം, ലക്കായിരിക്കാം. ആ ദിവസം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നിനും ഒരു സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചോദിക്കണതിൻ്റെ മുന്നേ തന്നെ മിഡ്വൈഫ് അവിടുന്ന് ഗ്യാസിനെയർ തന്നിട്ട് പറഞ്ഞു വലി അങ്ങ് തുടങ്ങുക. ഞാനത് ചോദിച്ചിട്ട് പോലും കേട്ടോ. കാരണം അവർക്ക് മനസ്സിലായി, അതായത് ഞാൻ അത്രയും പെയിനിലൂടെ ഇങ്ങനെ കടന്നു പോയതാണ്. കാരണം 9 സെന്റിമീറ്റർ ഡൈലേഷൻ്റെ പെയിൻ എന്തായിരിക്കും പ്രസവിച്ചവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ പെയിൻ റിലീഫൊന്നും അങ്ങനെ എടുത്തിട്ടില്ലല്ലോ, ഞാൻ ആ ഗ്യാസിന് എപ്പിഡ്യൂറലിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ പെയിൻ കാണുമ്പോൾ മിഡ്വൈഫിനും തോന്നിയേക്കാം, ഇതിപ്പോൾ 4 സെന്റിമീറ്റർ ഒക്കെ ഡൈലേഷൻ ആയിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 6 വരെ ആയിട്ടേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് കുട്ടിയൊന്നും മിണ്ടാത്തതെന്ന്. പക്ഷെ ഐ വാസ് ബ്രേവ് ഇനഫ്. എന്താ പറയുക, ഞാൻ എപ്പിഡ്യൂറൽ ഒന്നും എടുത്തിട്ടില്ല. ഗ്യാസിനെയർ പറയാനുള്ള ബോധമൊന്നും എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയി എന്ന് പറയണതും മിഡ്വൈഫ് വന്നിട്ട് എനിക്ക് ആ ഗ്യാസിനെയർ കയ്യിൽ വലിക്കാൻ തന്നു. അത് വലിക്കുന്നു, ബെഡ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, വേറെ ബെഡ് കൊണ്ടുവരുന്നു, പിന്നെ എല്ലാം ഷടപടയെന്നായിരുന്നു. പിന്നെ ഈ ഗ്യാസിനെയറിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഒരു 2 എണ്ണം അടിച്ച ഫീലാണ്. അതായത് നമ്മൾ ഒരു കിക്ക് ഒരു ഫ്ലോട്ടിങ് അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു സാധനം മാത്രമാണ് ഗ്യാസിനെയർ അല്ലെങ്കിൽ ലോഫിംഗ് ഗ്യാസ്. നമ്മുടെ പെയിനിനെ അത് ഒരു രീതിയിലും കുറയ്ക്കത്തില്ല, നമ്മളെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, നമുക്ക് പെയിനൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അങ്ങ് പോകും. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് കിട്ടി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര റിലീഫ് എന്ന് പറയാനില്ല, പക്ഷെ എന്തോ ഒരു റിലീഫും ഉണ്ടായിരുന്നു. ഇല്ല എന്നല്ല കേട്ടോ, എനിക്ക് അതുവരെ ഒന്നിനും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചൊരു മെച്ചപ്പെട്ട ഒരു ഫീല് തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ ആ 9 to 10 സെന്റിമീറ്റർ ഡൈലേഷനിലാണല്ലോ. പിന്നെ ലാസ്റ്റത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, എനിക്കൊരു മനസ്സിൽ ഒരു
ഇമാജിനേഷൻ അല്ലെങ്കിൽ ഞാൻ ഫിക്സ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു പൊസിഷൻ ഉണ്ട് നോർമൽ നാച്ചുറൽ ബർത്ത് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ കൂടുതലും അങ്ങനെയാണ് ഡെലിവറി ചെയ്യുക ഒരു കുട്ടീനെ. അത് നമ്മൾ കിടന്നിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മൂവീസിലാണെങ്കിലും അതൊക്കെ തന്നെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്ന ആകെയുള്ള പൊസിഷൻ. പക്ഷെ ഞാൻ ഗവേഷണമോ കുറച്ച് എന്താ പറയുക ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് വായിച്ചും കേട്ടും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ മനസ്സിലൊരു പൊസിഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ കിടന്നിട്ടുള്ള പൊസിഷൻ വളരെ റോങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ബേർത്തിന് വേണ്ടിയിട്ട്. അത് നമ്മളുടെ ബേർത്തിങ് പ്രോസസ്സ് കുറച്ചുകൂടി ടഫ് ആൻഡ് ഡിലേ ആക്കാനുള്ള ചാൻസസ് ആണ്. നമ്മൾ അതിനല്ലാതെ കുറച്ച് അപ്രൈറ്റ് പൊസിഷനായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ അതിൻ്റെ പൊസിഷൻ്റെ പേര് എനിക്കറിയില്ല, മുട്ടിൽ നിന്നിട്ട് ഇപ്പോൾ 4 ലെഗ് പൊസിഷനോ അങ്ങനെ എന്തോ ആണ്. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം, ഞാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ എന്നോട് സജസ്റ്റ് ചെയ്ത പൊസിഷൻ എന്താണെന്ന് ഞാനിവിടെ കൊടുക്കാം. ഈ ഒരു പൊസിഷനിലാണ് ഞാൻ പുഷിങ് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റത്തെ ഡെലിവറി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 45 ഡിഗ്രിയിൽ ഇരുന്നിട്ടാണ് ഞാൻ പുഷ് ചെയ്തത്. പക്ഷേ എൻ്റെ 9 സെൻറ്റിമീറ്റർ ഡൈലേഷൻ കഴിഞ്ഞ് പുഷിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പൊസിഷനിലാണ്. ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റീനെ നമുക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാം എന്നാണ് ശരിക്കും പറയപ്പെടുന്നത് നമ്മളുടെ ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ ഗ്രാവിറ്റീൻ്റെ ആ ഒരു പ്രഷറും നമുക്ക് ഈ ബേർത്തിങ് സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാവിറ്റി ഫോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതല്ലാതെ ഉള്ള പൊസിഷൻസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗ്രാവിറ്റി നമ്മളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും, നമ്മളുടെ ബോഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളുടെ അവിടുത്തെ മസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ വായിച്ച് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം എൻ്റെ മനസ്സിലൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബെഡൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മിഡ്വൈഫ് വന്നിട്ട് പറഞ്ഞു, ഓക്കെ ഇനി നമുക്ക് മിഥില നീല് നമുക്ക് പൊസിഷൻ നിൽക്കാം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം ഇനീഷ്യലി, കാരണം എൻ്റെ മനസ്സിൽ ഞാൻ 45 ഡിഗ്രിയിൽ ഇരുന്നിട്ട് ഉള്ള പൊസിഷനാണല്ലോ ഞാൻ മനസ്സിൽ ഓർത്ത് പോയത്. അപ്പം ഞാൻ ആദ്യം ഇനീഷ്യലി പറഞ്ഞു പറ്റില്ല, കാരണം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ മുട്ടിൽ നിൽക്കുക, ഇത്രയും പെയിനിൽ ഞാൻ എങ്ങനെ മുട്ടിൽ നിൽക്കുകയെന്ന്. പിന്നെ അവർ ഒന്നും കൂടി പറഞ്ഞു ഇതാണ് ബെസ്റ്റ് പൊസിഷൻ, നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അടിപൊളി മിഡ്വൈഫ് ആയിരുന്നു കേട്ടോ. എൻ്റെ മിഡ്വൈഫിൻ്റെ ഫോട്ടോയിലാണ്. ചെറിയൊരു കുട്ടിയിലെ ഈ ഒരു മിഡ്വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് സെക്കൻഡ് പാർട്ടിൽ പറയാം, NHSൻ്റെ എക്സ്പീരിയൻസ് കൂടി. അപ്പോൾ ഇതാണ് എൻ്റെ മിഡ്വൈഫ്, എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി എടുത്ത മിഡ്വൈഫാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി പറഞ്ഞു അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തോ ഒരു ധൈര്യത്തിൽ ശ്രീകുട്ടൻ ഈ കൈയും മിഡ്വൈഫ് ഈ കൈയും പിടിച്ച് കയറ്റി എന്നെ ഞാൻ ആ ഒരു നീലിംഗ് പൊസിഷനിലെത്തി. അപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ സപ്പോസ് ഇതൊരു ബെഡാണെങ്കിൽ ഞാൻ മുട്ടിൽ നിന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുഷിങ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് പുഷ് ചെയ്ത് പിന്നെ പുഷിങ്ങിൻ്റെ ആ ഒരു നമ്മളുടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മളോട് പറയും പുഷ് ചെയ്യാൻ, അല്ലെങ്കിൽ പുഷ് ചെയ്യാനുള്ള ആ ഒരു ഏർജ് നമുക്ക് നമ്മുടെ ബോഡി തന്നെ പറയട്ടോ, അല്ലാതെ വേറെ ആർക്കും നമ്മളുടെ ആ പെയിനും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നോട് മിഡ്വൈഫ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് പുഷ് ചെയ്യാൻ ആയോ. അപ്പം ഞാൻ ഇല്ല, പുഷ് ചെയ്യാനായിട്ടില്ല, കാരണം എൻ്റെ ബോഡി എന്നോട് പറയുന്നില്ല. നമ്മുടെ ബോഡി പറയാതെ നമ്മൾ ചുമ്മാ കിടന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എനർജി ഒന്നാമത് പോകും, പിന്നെ നമുക്ക് കൂടുതൽ ടയർ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറേ അവിടെ ഗ്യാസിനെയറും വലിച്ചിങ്ങനെ ആ പെയിനിനെ ഇങ്ങനെ കോപ്പ് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ ശരിക്കും പുഷ് ചെയ്യാനുള്ള ഒരു ഏർജ് വന്നു കേട്ടോ. ബോഡി തന്നെ പറഞ്ഞു തുടങ്ങി ഇനി പുഷ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു പുഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ പുഷിങ് സ്റ്റാർട്ട് ചെയ്തു. പുഷ് ചെയ്ത് എന്താ പറയുക, ഏകദേശം എത്തിയപ്പോഴേക്കും ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി. കാരണം നമ്മൾ ഒന്നാമത് ആ ഒരു മുട്ടിൽ നമ്മൾ നോർമലി വെറുതെ നമ്മളോട് ഒരു അരമണിക്കൂർ മുട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ടയർഡാവും. അതേമാതിരി ഞാൻ ടയർഡായി. അപ്പം ഞാൻ ശ്രീകുട്ടറോട് പറഞ്ഞു
ഇനി എനിക്ക് നേരെ ഇരുന്നാൽ മതി, ഇനി എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിഡ് വൈഫും പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടക്കല്ല ചെയ്ത് 45 ഡിഗ്രിയിൽ ചാരി ഇരുന്ന് അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നത്. അങ്ങനെ പുഷ് ചെയ്ത് ലാസ്റ്റ് ടൈമിൽ നമ്മുടെ മിഡ് വൈഫ് ഇങ്ങനെ പറയുണ്ടായി, ഐ ക്യാൻ സീ യുവർ ബേബീസ് ഹെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകുട്ടൻ ചോദിക്കണ്ടേ എൻ്റെ ഹെയർ പോലെയാണോ, എനിക്ക് ഹെയറേ ഇല്ലല്ലോ, അങ്ങനെ ഒരു കുഞ്ഞി കോമഡി. അപ്പോൾ കോമഡി പറയാനുള്ള സമയമല്ലേ. എനിവേസ് ഐ ക്യാൻ സീ യുവർ ബേബീസ് ഹെയർ എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്കൊരു ഈശ്വര ഇതൊക്കെ ഞാനാണോ ചെയ്തതെന്ന് ഇങ്ങനെ ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ ഗൂസ് ബംസ് വരുന്നു. ഓൾറൈറ്റ്, അപ്പം ഇങ്ങനെ പറഞ്ഞു ഐ ക്യാൻ സീ യുവർ ബേബീസ് ഹെയർ, നല്ലോണം പുഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 പുഷ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 3-4 പുഷ് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ തല പുറത്തു വന്നു. ഓക്കെ, കുഞ്ഞിൻ്റെ തല പുറത്തു വന്നു. എൻ്റെ കോൺട്രാക്ഷൻ സ്റ്റോപ്പായി. എൻ്റെ പെയിൻ വരുന്ന ആ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഇടവിട്ട് നമുക്ക് പെയിൻ വരുന്നത്. കുഞ്ഞിൻ്റെ തല പുറത്ത് വന്നതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ പെയിനും സ്റ്റോപ്പായി. അപ്പോൾ ഇമാജിൻ ആ സീനൊന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയിട. കുഞ്ഞിൻ്റെ തല മാത്രം പുറത്ത് വന്നു, നേഴ്സ് അവിടെ മിഡ് വൈഫ് ഉണ്ട്, ശ്രീകുട്ടനുണ്ട്, ഇതൊക്കെ കണ്ടിരിക്കണവരാണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് എൻ്റെ പെയിൻ സ്റ്റോപ്പായി. അപ്പോൾ ഈ പെയിൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ വീണ്ടും ചുമ്മാ നമ്മുടെ ബോഡീനെ ഇട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടയർ സംഭവിക്കും. അതുകൊണ്ട് ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് മിഡ് വൈഫ് പറഞ്ഞു പെയിൻ ഇല്ലെങ്കിൽ പുഷ് ചെയ്യേണ്ട, ബേബി ഈസ് ഫൈൻ. കാരണം ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ റെഗുലർ ആയിട്ട് ഇവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ബേബി ഫൈൻ ആണ്, ഇനി അടുത്ത പെയിനിൽ നിങ്ങൾ പുഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 സെക്കൻഡിന് വേണ്ടിയിട്ട് 10 സെക്കൻഡിൻ്റെ സമയത്ത് കുഞ്ഞിൻ്റെ തല മാത്രം പുറത്ത്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പാനിക്കിങ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നാട്ടിലത്തെ കാര്യം പറയുന്നില്ല, എന്നാലും ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ എനിക്ക് ഒന്ന് കുറച്ച് അങ്ങ് പാനിക്ഡ് ആക്കും, നമ്മളെയും പാനിക് ആക്കും. പുഷ് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അല്ലെങ്കിൽ എപ്പിസോട്ടമി ചെയ്യും. അതായത് ഡോക്ടേഴ്സ് തന്നെ ആ ഒരു പാത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യല്ലോ. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്തോളൂ, ബേബി കുഴപ്പമൊന്നുമില്ല, ഇനി അടുത്ത പെയിനിൽ പുഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ലൈഫിലെ എല്ലാ സ്ട്രെങ്ത്തും എൻ്റെ എല്ലാം കൂടി എടുത്ത് ഒരു പുഷ് ചെയ്തപ്പോൾ നമ്മളുടെ കൊച്ചുണ്ടപ്രി, നമ്മളുടെ രുദ്രപ്പൻ അല്ലെങ്കിൽ എൻ്റെ രുദ്രാംശ് പുറത്തേക്ക് കടേന്ന് പറഞ്ഞു വന്നു. അപ്പോൾ അവിടെ ബ്ലോക്ക് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേബിക്കുട്ട ഇങ്ങനെയാണ് വന്നത്, അവൻ്റെ കൈ ഇങ്ങനെയായിരുന്നു, അവൻ എല്ലാം കറക്റ്റ് പൊസിഷനായിരുന്നു കേട്ടോ. ഫ്രോം 8th മന്ത് അല്ല, ഒരു 7th മന്ത് തൊട്ടിട്ട് നമ്മൾ ഈ മിഡ് വൈഫിനെ കാണാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും കൈ വെച്ച് നോക്കുമ്പോൾ ചോദിക്കാറുണ്ട് എവിടെയാ ബേബീൻ്റെ ഹെഡ് എവിടെ. അപ്പോൾ 7th മന്ത് തൊട്ടിട്ട് ആളുടെ ഹെഡ് കറക്റ്റ് പൊസിഷനിലാണ്. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ കുഞ്ഞിന്റെ കൈ ഇങ്ങനെയായി. അപ്പൊ ഈ ഒരു എൽബോ വന്ന് സ്റ്റക്കായതാണ്. ആ കുറച്ച് പുഷിങ്ങിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വന്നേനെ. ആൻഡ് ലാസ്റ്റിൽ വന്നപ്പോൾ കുറച്ചും കൂടി ടയർ വന്നത് ഈ ഒരു എൽബോ ഉണ്ടായതുകൊണ്ടാണ്. ബാക്കി ഇറ്റ് വാസ് ഓൾ ഓക്കെ. ഇവൻ വന്നതും പിന്നെ ഇവനിങ്ങനെ പൊക്കി കാണിച്ചു. അപ്പോൾ പൊക്കി കാണിച്ചപ്പോൾ എനിക്ക് ഫുൾ ഒരു ബ്ലർ ഫീൽ ആട്ടോ. ഇവൻ്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. ശ്രീകുട്ടനാണ് കോഡ് കട്ട് ചെയ്തത്. ആ സമയത്തേക്ക് ഞാൻ പകുതി ബോധത്തിൽ ഫോൺ തായോ ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശ്രീകുട്ടൻ്റെ ആ ഒരു മൊമെൻറ്റും കൂടി. എൻ്റെ മൊമെൻറ്റ്സ് ശ്രീകുട്ടൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ ആ കോഡ് കട്ട് ചെയ്യണ മൊമെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള ബോധം ഇല്ലാത്ത ബോധത്തിൽ വേഗം തായോ ഞാൻ ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്യണത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ശ്രീകുട്ടൻ കരയുന്നുണ്ടായിരുന്നു, ഞാൻ കരയുന്നുണ്ടായിരുന്നു, ബേബി വന്നു കരഞ്ഞു, എൻ്റെ അടുത്ത് വെച്ചെന്നു. ബാക്കിയൊക്കെ അവിടുന്ന് അങ്ങ് മിറക്കിളായിരുന്നു. അതാണ് എനിക്ക് എന്താ പറയുക അത്ഭുതമായിട്ട് തോന്നണേ. ഈ 9 മാസം ഈ ഒരു കുഞ്ഞിനെ എങ്ങനെ ചിന്തിച്ചിട്ടും ഞങ്ങൾക്ക് അതിനൊരു ഒരു ഒരു ഇത് കിട്ടുന്നില്ല. എങ്ങനെയാണല്ലോ ഇതൊക്കെ സംഭവിക്കണം? ഒരു ഒരു ഫുള്ളി ഗ്രോൺഡ് ബേബി നമ്മുടെ വയറിന്ന് വരുന്നു. അത്ഭുതം. അതൊക്കെയാണ് മിറക്കൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
സോ ഇതായിരുന്നു എൻ്റെ ബർത്ത് സ്റ്റോറി. അപ്പോൾ ഭാഗ്യവശാൽ എനിക്ക് ചെറിയ ഒരു ടയറ്, അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1st ഡിഗ്രി 2nd ഡിഗ്രി 3rd ഡിഗ്രി ടയർ എന്ന് പറയും. 1st ഡിഗ്രി എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമുക്ക് നോർമലി വരുന്ന 2-3 സ്റ്റിച്ചുകൾ. പക്ഷെ എനിക്ക് 2nd ഡിഗ്രി ഉണ്ടായിരുന്നു, കാരണം ഇവൻ്റെ കൈ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി ടിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ മിഡ് വൈഫ് അവിടുത്തെ സ്റ്റിച്ചസ് ഒക്കെ ചെയ്തു. അതിനൊന്നും പെയിന് തോന്നിയില്ല, കാരണം അവിടെ നം ചെയ്തിട്ടാണ് സ്റ്റിച്ചസ് ഒക്കെ ചെയ്തത്. പിന്നെ അത് നംനെസ് പോയിട്ടും എനിക്ക് അങ്ങനെ പെയിനൊന്നും തോന്നിയില്ല. അപ്പോൾ അത് ചെയ്തു. പിന്നെ 3rd ഡിഗ്രി ടയർ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഓപ്പറേഷൻ രീതിയിൽ ഡെലിവറി സ്യൂട്ടിൽ നടത്താൻ പറ്റില്ല, വേറെ ഡോക്ടേഴ്സ് ചെയ്യണം, കുറച്ചും കൂടി സീരിയസ് സാധനങ്ങളാണ്. എനിക്ക് 2nd ഡിഗ്രി ടയറായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടോട്ടൽ ഡെലിവറി സ്റ്റോറി. എനിക്കറിയാം ഒത്തിരി ലോങ് ആയിപ്പോയി, കാരണം ലോങ് ജേർണി ആയിരുന്നല്ലോ. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇത്ര സമയം എടുക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. ആൻഡ് ഇപ്പോൾ 1.5 മാസമായി ബേബിക്ക്. ബേബി ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുന്നു. സോ ഇതായിരുന്നു ഡെലിവറി സ്റ്റോറി. ഇനി എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ NHSനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട്, എൻ്റെ മിഡ് വൈഫിനെ കുറിച്ച് പറയാനുണ്ട്. എനിക്ക് ടോട്ടലി എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി ഞാൻ ഇത്രയും പോസിറ്റീവ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തംബ്നെയിൽ വരെ പോസിറ്റീവ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാര്യം. കാരണം ഞാൻ ഒത്തിരി യൂട്യൂബിൽ കുറേ സ്റ്റോറീസൊക്കെ കേട്ടിട്ടുണ്ട്, ഭയങ്കര അബദ്ധവും നെഗറ്റീവുമാണ്. അപ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഇത് നമുക്കൊരു ബ്യൂട്ടിഫുൾ ജേർണി ആക്കി മാറ്റാം എന്നുള്ളതേ ഉള്ളൂ എന്നെനിക്കറിയാം, മനസ്സിലായി. അപ്പോൾ അതും കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ ഞാൻ കുറച്ചധികം വിശേഷം വേറെ പറയാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ മാക്സിമം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ബൈ, പാർട്ട് 2 കാണാം.